ദുഃഖ നാടിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ 30 വർഷമായുള്ള പ്രവാസ ജീവിതത്തിന്റെ ബേജാറ് കൊണ്ടാണോ എന്നറിയില്ല, നാട്ടിൽ പോകാൻ ഒരുങ്ങുകയാണ്. അന്തുക്കാ പൂന്തിങ്കൾ പോലെ നിലവുകൾ തൻ നീലക്കടൽ തിരകളിൽ നിൻമുഖം മാത്രം കടലലയിൽ വെളുത്തവാവിൽ പൂന്തിങ്കൾ പോലെ. അന്തുക്കാ നബീഷാന്റെ പഴയ എഴുത്ത് ഈ ഫോൺ വിളി തുടങ്ങിയ പിന്നെ ഓള് ഒരു എഴുത്തും അയച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങളന്ന് മംഗലാപുരം എയർപോർട്ടിൽ വിട്ടിട്ട് ഞാനും കുഞ്ഞളും നിങ്ങളെ ആങ്ങളെ സുബൈറും പുറക്കേക്ക് വന്നു. അന്ന് എനക്ക് ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല. എനക്കും മുത്തേ. നിങ്ങളെ പെങ്ങ ആജിറാനെ എനിക്ക് ശരിക്കും തിരിഞ്ഞു. ഓള് ഇവിടെ ഭരണം തുടങ്ങി. നിങ്ങളെ ഉമ്മ ഒരു ഇബിലീസ് തന്നെ. ഞാൻ എന്ത് വെച്ചാലും കുറ്റം. പിന്നെ സുബീറിന് പൊരെടുക്കണമെന്ന് അറിഞ്ഞിട്ട് എന്നോട് മാല ചോദിച്ച് ഞാൻ കാണിച്ചിട്ട് പെട്ടിയിൽ എന്നെ പൂട്ടി വെച്ചു. എന്റെ പൊന്നെ എന്റെ അടുത്തല്ലേ വെക്കേണ്ടത്, അല്ല എന്തൊക്കാ? അത് ശരി തന്നെ മുത്തേ, നമ്മക്കൊരു മോളില്ലല്ലേ. നിങ്ങളെ ഉമ്മാന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നവരെ എനക്കിടെ മനസ്സമാധാനം ഉണ്ടാവില്ല. എന്തായാലും എനിക്ക് വേറെ പോണം. നിങ്ങളെ പെരുത്ത ദോസ്ത് സുലൈമാനെല്ലാം എപ്പോഴേ പേരെ കെട്ടി മാറിപ്പോയി. നമുക്ക് മാറാൻ പൊന്നെ, എല്ലാം ശരിയാവും നബീസ. അന്തുക്ക നിങ്ങ പാവായത് കൊണ്ടാ ഞാൻ ഈ പറയുന്നത്. നീ പറയുന്നു നമ്മ രണ്ടാളും കൂടിയാല് കോഴിക്കറിയും പത്തലും എല്ലാരും പറയണത്. ഇനി നിങ്ങ ഉമ്മക്ക് വേറെ തന്നെ പൈസ അയക്കണ്ട, ഞാൻ ഇവിടുന്ന് വേണ്ടുമ്പോ കൊടുത്തോളാം. നീ പൊരക്കാരെ കുറ്റം പറഞ്ഞത് മതിയാക്ക്. പിള്ളേരും മറി സൈനബി മൻസൂർ എന്താക്കുന്നു? ഓ സൈനബ പുസ്തകം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എനക്ക് പഠിപ്പൊന്നുമില്ലല്ലോ. നിങ്ങ എന്നെ വിളിച്ചോക്ക്. സൈനു സൈനു ഇതെന്റെ സൈനു തന്നെ. ഓൾ ഈ കോലായി പോയാ. നീ മൻസൂറിനെ വിളിക്ക്. മൻസൂറിനെ നിങ്ങ എങ്ങനെങ്കിലും ഒരു ബിസ് എടുത്തിട്ട് അങ്ങോട്ട് തന്നെ കൊണ്ടോ. ഓന് മോട്ടോർ സൈക്കിളിൽ എണ്ണ അടിക്കാൻ പൈസ കൊടുത്തിട്ട് തന്നെ മതിയായി. പിന്നെ രാത്രി കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്ന് എണീക്കലേ ഇല്ല. എനക്ക് ഓനോട് പറയാൻ കഴിയില്ല, ഓൻ എന്നെ പേടിപ്പിക്കുന്നു.
ആ ലൈല വാട്സാപ്പ്. ആ ഉമ്മ ഉറങ്ങിയ ഞാൻ SMS അയക്കാം, നീ ഓൺലൈനിൽ വന്നാൽ മതി. പിന്നെ നാളെ നിമ്മയുടെ പാർട്ടി മറക്കണ്ട. ഞാനൊരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് കിസസ് ടാഗ് ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടില്ലേ? വൈ പ്രമോദ് ഈസ് ടോക്കിംഗ് യു മാൻ. ടേക്ക് കെയർ. എന്റെ അല്ലാ, യോന എന്നെ നോക്കണ്ട്. 30 കൊല്ലം നിന്നില്ലേ, ഇനി ഞാൻ നാട്ടിൽ പോയിട്ട് നബീസാന്റെ ഒക്കെ കുറച്ചു കാലം ഞാൻ നിക്കാം. മതിയായിപ്പ ഇടാ. ഹലോ ഹലോ അന്തുക, 10 മണിയാകുമ്പോ ഇങ്ങനെ റെഡി ആയിരുന്നോ? ഇന്ന് വ്യാഴാഴ്ച വേറെയും പരിപാടി ഉണ്ട്. ഞാൻ റെഡി തന്നെപ്പാ. എന്ത് റെഡി ആവാൻ? ടിക്കറ്റും പാസ്പോർട്ടെല്ലാം ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ചെമ്മന്നുണ്ട്. റെഡിയായ ഞാൻ വിളിക്കാം. അവിടെ എത്തുമ്പോ താഴെ മിസ് കോൾ അടിക്കാം. പറഞ്ഞില്ല ആയി ആയി. പോലീസ് നോക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. കാലമില്ലാതെ നേരമില്ലാതെ കൂട്ടിനൊരാളില്ലാതെ എങ്ങോട്ട് പാ? എന്നെ മനസ്സിലായ? പൊട്ടൻ പൊട്ടൻ തെയ്യം. പേര് പറയാതെ തന്നെ ആളെ മനസ്സിലാക്കിയല്ലോ. ഇനി പറ, ആരാപ്പൈകള്? എന്റെ പേര് അബ്ദുൽ റഹ്മാൻ. അന്തുക്കാന്ന് എല്ലാരും വിളിക്കുന്നു. ദുബായില് 30 കൊല്ലായി ഒരു ഹോട്ടലിൽ പണിയെടുക്കുന്നു. ഇപ്പൊ എങ്ങോട്ട് പാ? ഞാൻ ഇവിടെ മതിയാക്കിട്ട് പോന്നു. ഈ ഷവർമ മെഷീന്റെ എല്ലാ ചൂടെല്ലാം കൊണ്ട് തന്നെ പിടിഞ്ഞിട. ആലാക്കിന്റെ അവലും കഞ്ഞിയായി. ഓ, സൈനപ്പ കാത്തു നിൽക്കുന്നുണ്ടാവില്ലേ? സൈനബല്ല, നബീസ. നമ്മുടെ നബീസ. നബീസ കണ്ണിൽ സുറുമയിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവൂല്ലേ? വൈകിപ്പോയതിൽ പരിഭവമുണ്ടാവും ല്ലേ? ഇറച്ചിക്കറിയും പത്തിരി ആറി തണുത്തിട്ടുണ്ടാവൂല്ലേ? അതേന്ന് ഞാൻ മതിയാക്കി പോലായിന്ന്. അയ്യ എന്റെ ദുഃഖ ഗന്ധ, നിങ്ങളാണ് പൊട്ടൻ. നാട്ടിൽ വാഴുന്നോർക്ക് ഭ്രാന്ത്, മറ്റുള്ളവർക്കൊക്കെ ആദി, പിന്നെ ബന്ധവും സമരവും. ഒരു നല്ല റോഡിൽ നടക്കാൻ പറ്റുമോ അതുക? അക്കരെ നിന്ന് നോക്കിയാ ഇക്കരെ പച്ച, ഇക്കരെ നിന്ന് നോക്കിയാ അക്കരെ പച്ച. ഇവിടെ കുബൂസും തൈരും കഴിച്ച് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാ പോരെ എന്റെ അന്തുക്ക. ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാവൂല്ലേ? എന്ത് സമ്പാദ്യം? ഒരു ചെറിയ പൊരയുണ്ട്, 2 പിള്ളേരുണ്ട്. 30 കൊല്ലമൊന്നും പോയതേ അറിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങോട്ട് പോന്നു പൈങ്ങള്. ഓ
നിങ്ങ പറയുന്നത് ശരി തന്നെ. എനക്കാണെങ്കിൽ ഇവിടെ പണിക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അർബാബ് പറഞ്ഞിനി വീണ്ടും വന്നാലും വിശാലം തരാന്ന്. എന്നാ പിന്നെ നിങ്ങ പറഞ്ഞ മാതിരി ഇവിടെ തന്നെ നിക്കാം. ടിക്കറ്റും വേണ്ട, ഒന്നും വേണ്ട, കല്ലി വല്ലി പോക്ക്.